നമസ്കാരം. മുസ്ലിം ലീഗിൽ അസാധാരണ വിവാദങ്ങളും നാടകീയ സംഭവങ്ങളും അരങ്ങേറുകയാണ്. ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വിശദീകരിക്കാൻ ഔദ്യോഗിക വക്താവ് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് കുഴപ്പങ്ങളുടെ ആണിക്കല്ലെന്ന് വിളിച്ചു പറഞ്ഞു ഹൈദരലി തങ്ങളുടെ മകൻ. അതുപറഞ്ഞ മൊയ്ൻ അലി തങ്ങളെ കേട്ടാലറയ്ക്കുന്ന ചീത്ത വിളിച്ചു ലീഗ് അണിയായ റാഫി പുതിയകടവ്. തൻ്റെ വാർത്താ സമ്മേളനത്തിലേക്ക് മൊയ്ൻ അലി അതിക്രമിച്ച് കടന്നതാണെന്ന് പറയുന്നു ഔദ്യോഗിക വക്താവ് മുഹമ്മദ് ഷാ. എന്നാൽ ചന്ദ്രികയെക്കുറിച്ച് പറയുന്നിടത്തേക്ക് കടന്നു വരാൻ മൊയ്ൻ അലിക്ക് അവകാശമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു രേഖ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പത്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹൈദരലി തങ്ങൾ മൊയ്ൻ അലിയെ ചുമതലപ്പെടുത്തിയ കത്താണത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന നടപടിയാണ് ഹൈദരലി തങ്ങളുടെ മകൻ ചെയ്തത് എന്ന് പറയുന്നു PMA സലാം. നാളെ നേതൃയോഗം ചേരാനിരിക്കുകയാണ്. മൊയ്ൻ അലിക്കെതിരെ നടപടി ആലോചന ഉണ്ടെന്ന് കേൾക്കുന്നു. നാളെ ഈ നേതൃയോഗങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യും? എന്ത് പ്രതിരോധ മാർഗം അവലംബിക്കും? ആർക്കൊക്കെ എതിരെ നടപടി ആലോചിക്കും? അത് വരും. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢാലോചന എന്ന് പറഞ്ഞ് തള്ളുമോ, അതോ അതിലെ ചില കാര്യങ്ങളെങ്കിലും എടുത്ത് അതിൻ്റെ ഗൗരവം ചർച്ച ചെയ്യുമോ? സ്വാഗതം ഫസ്റ്റ് ഡിബേറ്റിലേക്ക്. ഈ ചർച്ചയിലോടൊപ്പം മുസ്ലിം ലീഗിൽ നിന്ന് ഷാഫി ചാലിയം, CNK അബ്ദുൽ അസീസ് INL നിന്ന്, CNP ചേക്കുട്ടി മാധ്യമപ്രവർത്തകൻ, മുഹമ്മദ് ഷാ നിരീക്ഷകൻ എന്നിവരാണ് ഉള്ളത്. ആദ്യം അബ്ദുൽ അസീസ്, ഇത് പുറത്തുനിന്നും ശത്രുക്കൾ പടച്ചുവിടുന്ന പാർട്ടിയെ തകർക്കുക വഴി UDF-നെ തകർക്കുക എന്ന വലിയ അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് പ്രാഥമികമായി വിശദീകരിക്കുന്നത്. പ്രധാന പ്രതിരോധവും അതുതന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ. അപ്പോൾ പുറത്തുനിന്ന് LDF-ൽ നിന്ന്, അതിൽ തന്നെ KT ജലീലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ആസൂത്രിതമായ അക്രമമാണോ? അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി അതിനെ ചെറുക്കും. ഇവിടെ പുറത്തുനിന്നുള്ള അക്രമം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മുസ്ലിം ലീഗിന് പുറത്താണോ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മൊയ്ൻ അലി തങ്ങൾ? അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ്. അതുമാത്രമല്ല, ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ രോഗാവലംബിയായിരിക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഔദ്യോഗികമായി അദ്ദേഹത്തിന് കത്ത് കൊടുത്തിരിക്കുന്നു. ആ കത്തിൻ്റെ പകർപ്പ് ഇന്ന് മാധ്യമങ്ങൾക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നു. ഈ കത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മൊയ്ൻ അലി തങ്ങൾ അധികാരിയാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് പുറത്തുള്ള ആളുകൾ വന്ന് കുഴപ്പമുണ്ടാക്കിയെന്ന് പറയാൻ കഴിയുക? പുറത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ന് പുറത്തുള്ള ആൾ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് മുസ്ലിം ലീഗിന് മെമ്പർ അല്ലാത്ത ആളായിരിക്കണമല്ലോ. മൊയ്ൻ അലി തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷനാണ്. KT ജലീൽ പറഞ്ഞത് രാഷ്ട്രീയമായ കാര്യങ്ങളാണ്, മുസ്ലിം ലീഗിൻ്റെ അപജയത്തെക്കുറിച്ചാണ്. അത് ജലീൽ കാലാകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന വിധം ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ വളരെ കൃത്യമായി കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട് എന്ന് തെളിയുന്ന വിധം ഇന്നലെ സംഭവങ്ങൾ അരങ്ങേറി. ആ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനെ തെറി വിളിക്കുന്നത് നമ്മൾ കൃത്യമായി കേട്ടതാണല്ലോ. ഒരു ഗുണ്ട, മുസ്ലിം ലീഗ് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഷാഫി പുതിയ കടവ് എന്ന് പറയുന്ന ഒരു ഗുണ്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനെ പച്ചക്ക് തെറി വിളിക്കുന്നത് നമ്മൾ കേൾക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ പത്രസമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുസ്ലിം ലീഗ് നടത്തുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത പത്രപ്രവർത്തകന്മാരും ഉണ്ടാവാറുണ്ട്. അവരൊക്കെ ഇരിക്കുന്ന സദസ്സിലേക്ക് തങ്ങൾ വിഭാഗത്തിലെ പാണക്കാട് തങ്ങന്മാരുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരാൾ കടന്നു വരുമ്പോൾ തങ്ങൾ വരുന്നു, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് നേതാക്കൾ തന്നെ പ്രേരിപ്പിക്കാറുണ്ടല്ലോ അവരെ ബഹുമാനിക്കുന്നതിന് വേണ്ടി. അങ്ങനെ പാണക്കാട് തങ്ങളെ മറ്റുള്ളവരെ കൊണ്ടുകൂടി പ്രേരിപ്പിച്ച് ബഹുമാനിക്കുന്ന മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിൻ്റെ നേതാവിന് വേണ്ടി ഒരു ഗുണ്ട പച്ചയ്ക്ക് തെറി വിളിക്കുമ്പോൾ ആ ഗുണ്ട പാർട്ടിക്ക് പുറത്താണ് എന്ന് പറയാൻ സമയം കണ്ടെത്തുന്നതിന് മുമ്പ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ പുറത്താക്കണോ അകത്താക്കണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ സത്യം പറഞ്ഞു എന്നതുകൊണ്ട് അദ്ദേഹം ലീഗിന് പുറത്തു പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇത്തരം ഗുണ്ടായിസം നടത്തുന്ന ആളുകൾക്കെതിരായി ആരെങ്കിലും കമ എന്ന ഒരു അക്ഷരം ഒഴിയാടിയാൽ അവർ പാർട്ടിക്ക് പുറത്താണ് എന്നാണ്. മൊയ്ൻ അലി തങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് പൂർണ്ണമായും ആഭ്യന്തര പ്രശ്നമാണ് നിങ്ങൾ വിശദീകരിക്കുന്നത്. മൊയ്ൻ അലി തങ്ങൾ ഇതിനു മുൻപും നേതൃത്വത്തെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ ഉന്നമിച്ച് പലതരത്തിലുള്ള പ്രസ്താവന നടത്തുകയും അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ വളരെ സുദൃഢമായ ഒരു നിലപാടിൽ നിന്ന ചരിത്രമുള്ള ആളല്ല. അതുകൊണ്ട് അതിൽ പിടിക്കുമ്പോൾ കുറച്ചൊന്ന് ആലോചിക്കണം. തീർച്ചയായിട്ടും നിഷാദെ, ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം. അങ്ങനെയെങ്കിൽ നേരത്തെ പലതവണ മുസ്ലിം ലീഗിനെതിരായി ശബ്ദമുയർത്തിയിട്ടുള്ളയാളാണ് മൊയ്ൻ അലി തങ്ങളെങ്കിൽ അദ്ദേഹത്തിനെതിരായി ലീഗ് നടപടിയെടുക്കണമല്ലോ. അദ്ദേഹത്തിനെതിരായി നടപടിയെടുക്കുന്നതിന് പകരം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന് പുതിയ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്.
ചന്ദ്രികയുടെ കാര്യങ്ങൾ നോക്കാൻ മൊയ്ൻ അലി തങ്ങളെ ചുമതലപ്പെടുത്തിയതിൻ്റെ കത്താണ് ഇന്ന് പുറത്തു വന്നത്. ചന്ദ്രികയുടെ കാര്യം അങ്ങനെ നോക്കേണ്ടി വന്നത് എന്ത് സാഹചര്യത്തിലാണ്? ചന്ദ്രികയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലം 5 ഏക്കർ ചന്ദ്രികയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങി. ആ 5 ഏക്കറിൽ 2.5 ഏക്കർ മാത്രം ചന്ദ്രികയ്ക്ക് വേണ്ടി എന്ന് പറയുകയും അവശേഷിക്കുന്ന 2.5 ഏക്കർ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ഹാഷിക്കിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്ത വിവാദം നമ്മൾ കേട്ടതാണല്ലോ. ചന്ദ്രികയിലെ പ്രവർത്തകന്മാർ, പത്രപ്രവർത്തകന്മാർ അവർ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചു. ഞങ്ങൾക്ക് മാസങ്ങളായി ഞങ്ങളുടെ ശമ്പളം കിട്ടുന്നില്ല, ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ്, ഞങ്ങളുടെ PF അടയ്ക്കാത്തത് വർഷങ്ങളായി, അതുകൊണ്ട് ഇക്കാര്യങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, എൻ്റെ മകൻ മൊയ്ൻ അലി തങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുന്നു, അദ്ദേഹം അത് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അതേ ചുമതല കൊടുത്തുകൊണ്ട് സ്വന്തം പുത്രനെ ചുമതലപ്പെടുത്തി എന്നതാണ്. അപ്പോൾ അദ്ദേഹം നേരത്തെ കുഴപ്പക്കാരനാണെങ്കിൽ ഇങ്ങനെ ചുമതലപ്പെടുത്താൻ പാടില്ല തങ്ങളെ, മറ്റു കുഴപ്പമില്ലാത്ത ആളുകൾ ധാരാളം ഉണ്ട്, അവരെ ചുമതലപ്പെടുത്തൂ എന്ന് പറയാൻ ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ലല്ലോ. അപ്പം നേരത്തെ ഉള്ളതിനേക്കാൾ സത്യസന്ധതയും വിശ്വാസ്യതയും ആർജിച്ചെടുത്തിട്ടുണ്ട് പാണക്കാട് മൊയ്ൻ അലി തങ്ങൾ എന്നാണ് ഷാഫി ചാലിയം മുസ്ലിം ലീഗ് നേതാവ് എന്നോടൊപ്പം. ഷാഫി ചാലിയം, മൊയ്ൻ അലി തങ്ങൾ എൻക്രോച്ച് ചെയ്ത് കടന്നു വന്നു, അതിക്രമിച്ച് കടന്നു വന്നു പാർട്ടിയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിലേക്ക്. പാർട്ടി നേതൃത്വത്തെ, പാർട്ടിയെ തന്നെയും അവമതിപ്പുണ്ടാക്കും തരത്തിൽ അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് പാർട്ടിക്ക് ദോഷമാകുമെന്നാണ് PMS സലാം തന്നെ ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് പാർട്ടി പദവിയിലിരുന്നു കൊണ്ട്, പാർട്ടി അംഗത്വത്തിലിരുന്നു കൊണ്ട് പാർട്ടിയെ അവമതിപ്പുണ്ടാക്കും തരത്തിൽ നേതൃത്വത്തിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച മൊയ്ൻ അലിയെ നടപടിയെടുത്ത് ശിക്ഷിക്കുമോ പാർട്ടി? ആ കാര്യങ്ങളൊക്കെ നാളെ ചേരുന്ന നേതൃത്വ യോഗത്തിൽ ആ കാര്യങ്ങൾ ആലോചിക്കുന്നതാണ് എന്നതാണ് നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. അല്ല, പ്രാഥമികമായി തന്നെ ഇത് നടപടി വിളിച്ചു വരുത്തുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമില്ല. നിങ്ങളൊക്കെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഇങ്ങനെ വിളിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് വന്ന് പാർട്ടി നേതൃത്വത്തെ പറയുക, പാർട്ടിയെ തന്നെ പൊതുമധ്യത്തിൽ വിചാരണയ്ക്ക് വെച്ചു കൊടുക്കുക എന്നത് നിശ്ചയമായും നടപടി വരേണ്ടുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല അല്ലേ? അതിപ്പോൾ ആരായാലും. ഇല്ല, അതൊക്കെ ഇന്നലെ ചർച്ച ചെയ്താണ്. പിന്നെ ഇത് നടപടി എടുക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് പറയാന്നല്ലാതെ, അതായത് നടപടി എടുക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുക. നടപടി എടുത്താൽ എന്താവും നോക്കുക. എന്തിനാ ഇത്ര വലിച്ച് ഈ മീഡിയ വണ്ണിന് പോലുള്ള ഈ ചാനലുകൾക്ക് ഇത് നിങ്ങൾക്ക് ഇന്നലൊക്കെ എത്ര വലിയ ഫ്രെയിമിൽ ഇത് ചർച്ച ചെയ്താണ്, എത്ര ദീർഘനേരം ചർച്ച ചെയ്താണ്. ഇത് വിടാനായില്ലേ? ഇതിലിപ്പോൾ എന്താ ഉള്ളത്? ഒരു പാർട്ടിക്കുള്ളിൽ ഉണ്ടായ ഒരു വിഷയമാണ്. അത് നാളെ നേതാക്കൾ ഇരുന്ന്, നേതൃതലത്തിൽ ഇരുന്ന് അതിനൊരു പരിഹാരം, ഏത് രീതിയിലൂടെയാണ് പരിഹാരം വേണ്ടതെന്നുള്ളത് അവരാലോചിക്കും. ആലോചിച്ച് ആ തീരുമാനങ്ങൾ പറയും. അപ്പം നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, ഈ വിഷയത്തിൽ ചർച്ചയുണ്ട് 1 മണിക്കൂർ എന്ന് വെച്ചാണ് താങ്കളെ ഇൻവൈറ്റ് ചെയ്തത്. താങ്കൾ ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ആ ചർച്ചയുടെ മൊത്തത്തിലുള്ള എന്തിനാണ് ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഒരു യുക്തി എന്താണെന്ന്. ഞാൻ ചോദിക്കുന്നത് ഷാഫി ചാലിയം, ഈ വിഷയത്തിൽ നടപടിക്ക് വിധേയനാവേണ്ട തരത്തിലുള്ള കുറ്റം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സിസ്റ്റമൊക്കെ ഉള്ള പാർട്ടിയാണോ നിങ്ങളുടെ? അതോ ആളുകൾ ആരാണ് പറയുന്നത്, എന്താണ് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നടപടി എടുക്കുക, എടുക്കാതിരിക്കുക, ചിലരെ പുറത്താക്കുക, ചിലരെ സംരക്ഷിക്കുക, അങ്ങനെയൊക്കെ ഒരു ലൂസായ സിസ്റ്റമാണോ നിങ്ങളുടെ പാർട്ടി? അത് അറിയാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും നടപടി ഉണ്ടാകുമെന്ന് പറയാനുള്ള കോൺഫിഡൻസ് താങ്കൾക്കില്ല? നിങ്ങളുടെ പ്രതിനിധി എന്നെ വിളിച്ച് ചോദിച്ചത് ഇന്ന് ഞങ്ങളെ മീഡിയ വണ്ണിലെ ചർച്ചയിൽ ഒന്ന് പങ്കെടുക്കാവൂ. വിഷയം എന്താ? ലീഗിലെ പ്രശ്നങ്ങൾ, ലീഗിനെതിരെയുള്ള ആരോപണങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും KT ജലീൽ ഉയർത്തിയ പ്രശ്നം, ചന്ദ്രയുമായി ഉണ്ടായ വിവാദ വിഷയങ്ങൾ, AR നഗർ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ സ്വാഭാവികമായും ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങൾ, ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു ടോട്ടൽ ചർച്ചയാണ് എന്ന നിലക്കാണ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞത്. അതിൽ ഈ മൊയ്ൻ അലി തങ്ങൾ ഇന്നലെ അവിടെ നടന്ന വാർത്താ സമ്മേളനത്തിൽ കയറി വന്നിരുന്ന് ഒരു പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്ത രീതിയിൽ സംസാരിച്ചതായി പ്രാഥമിക രീതിയിൽ നമ്മൾ ഇന്നലെ ഷെയർ ചെയ്തതാണ്. അതിന് മുകളിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ നമ്മുടെ നേതാക്കൾ നാളെ ആ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇന്നലത്തെ പാർട്ടിയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ മൊയ്ൻ അലി തങ്ങൾ അസാധാരണമാംവിധം വന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റേക്ക് ഇല്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹം കയറി വന്നു, അത് വേണ്ടിയിരുന്നില്ല എന്നാണോ പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ? അത് ഇന്നലെ നമ്മൾ എല്ലാ ചർച്ചയിലും എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത് ഈ ചർച്ചയിൽ നമ്മൾ ഈ വിഷയത്തിന് ശേഷം നമ്മൾ ആദ്യം ഇരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ 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 വരാൻ പാടില്ലായിരുന്നു, അത് എൻക്രോച്ച്മെന്റ് ആണ് എന്നാണോ പാർട്ടിയുടെ വിലയിരുത്തൽ?
ഇന്നലെ ഈ വിഷയം നിങ്ങൾ 9 മണിക്ക് വിശാലമായി ചർച്ച ചെയ്താണല്ലോ. ഞങ്ങളൊരു ഭാരവാഹി നിങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ. കീറി മുറിച്ച് മുടിനാരഴ കീറി ചർച്ച ചെയ്തില്ല. പിന്നെ ആദ്യമായിട്ട് ഒരു പക്ഷേ നിഷാദ് റാവുത്തർക്ക് ആദ്യമായിരിക്കും. അങ്ങനെ ആവണം അല്ലേ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? നിങ്ങളൊക്കെ സാധാരണ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നിലയ്ക്ക് സാധാരണ ഒരു വിഷയം ഒരു ദിവസം 1 മണിക്കൂർ ഉന്നയിക്കുക, പിന്നെ ഒരിക്കലും ഉന്നയിക്കാത്ത ഒരു പാർട്ടിയാണോ? ഒരു ചർച്ചയും നടത്താത്ത പാർട്ടിയാണോ? എനിക്കറിയില്ല. ഒരു വിഷയം നിയമസഭയിലായാലും ചാനലിലായാലും വേറെ എവിടെയായാലും ഒരു തവണ മാത്രം ഒറ്റ മണിക്കൂർ ഉന്നയിച്ച് തീർക്കണമെന്നാണോ? നിങ്ങളുടെ പാർട്ടിക്കകത്ത് അസാധാരണമായ സംഭവങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. നാളെ നിങ്ങൾ നേതൃയോഗങ്ങൾ ചേരുന്നു, അതിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. ഇന്നും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പലതരം ഡെവലപ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല. ഇന്നലെ വൈകുന്നേരം 9 മണിക്ക് കുറച്ചു നേരം ചർച്ച ചെയ്തു, ഇനിയും മിണ്ടരുത്. അതൊക്കെ എന്ത് യുക്തിയാണ് ശ്രീ ഷാഫി ചാലിയം? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങളിവിടെ പറഞ്ഞു ഈ വിഷയം വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് നടത്തുന്ന ചർച്ചയാണ്. അത് ഞാൻ പറഞ്ഞില്ല നമ്മൾ ആദ്യം ഇരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് വളരെ സൗഹാർദ്ദ ഭാവത്തിൽ പോവാം. ഞാൻ ചില ചോദ്യം ചോദിച്ചു, താങ്കൾക്ക് അതിനകത്ത് താങ്കളുടേതായ രീതിയിലുള്ള മറുപടി മതി. അല്ലാതെ താങ്കൾ അതിന് പുറത്തേക്ക് പോയിട്ട് ഒരു എന്താ പറയുക, ആളുകൾക്ക് ഹരം ഉണ്ടാക്കുന്ന ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കതിന് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പോട്ടെ, ഇനി മൊയ്ൻ അലി തങ്ങൾക്കെതിരെ നടപടിയില്ല. മൊയ്ൻ അലി തങ്ങളെ ഹീനമായ ഭാഷയിൽ ആക്രമിച്ച ലീഗ് പ്രവർത്തകരെതിരെ നടപടിയുണ്ടോ? ഒരു മിനിറ്റ് അല്ല ചോദ്യം ചോദിക്കാം. പക്ഷേ ഒരുമാതിരി ക്ഷണിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി ആക്കണ ഒരു സംസാരം നിങ്ങൾ നടത്തരുത്. എനിക്ക് സമയമില്ല, നിങ്ങൾ ആളാകാൻ വന്നിരിക്കും. എന്തിനെങ്ങനെയൊക്കെ പറയണത്? എന്നെ പ്രഷർ ചെയ്തിട്ട് വന്നാൽ ഞാൻ അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ചാനലിൽ വന്ന ആളാകാൻ ഞാൻ ആരാണ്? അങ്ങനെ ഒന്നും സംസാരിക്കല്ലേ. നല്ല സൗഹാർദ്ദത്തിൽ സംസാരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ? അപ്പുറത്തിരിക്കുന്ന ഒരു അതിഥിയെ പരിഹസിച്ചിട്ടാണോ അത് തുടങ്ങേണ്ടത്? അത് ശരിയല്ല. ഞാൻ താങ്കളെ പരിഹസിച്ചില്ല ശ്രീ ഷാഫി ചാലിയം. ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതുവരെയുള്ള സമയം ഈ ചർച്ച നിങ്ങൾ എന്തിനു നടത്തുന്നു എന്നതിലേക്ക് താങ്കൾ ഈ ചർച്ചയെ ചോദ്യം ചെയ്യുകയാണ്. അല്ലാതെ അതിനകത്തൊരു ഉത്തരം പറയാനല്ല താങ്കൾ ശ്രമിക്കുന്നത്. ഈ വിഷയത്തിലാണ് വിളിച്ചിട്ടുള്ളത്. ഇതിനകത്ത് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾക്ക് അറിയാത്തതല്ല. അതിലേക്കും ചോദ്യം ഉണ്ടാകുമെന്ന് താങ്കൾക്ക് അറിയാത്തതല്ലോ. അപ്പൊ ഈ ചർച്ച എന്തിനാണ് നടത്തുന്നത്? ഇന്നലെ നടത്തിയ ചർച്ചയല്ലേ? ഇപ്പോൾ എന്തിനാണ് ചോദിച്ചാൽ ഇപ്പോൾ ഈ ചർച്ച തീരുമാനിക്കപ്പെട്ടത് ഈ വിഷയത്തിലാണ്. അതെന്തിനു നടത്തണം എന്ന് ചോദിക്കുന്നതിലൊരു പ്രശ്നമില്ലേ? അങ്ങനെയല്ല നിഷാദെ, അങ്ങനെ കാണല്ലേ. ഇന്നലെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്താണ്. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഒരു യോഗം കൂടി എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടായതിനു ശേഷം ഒരു ചർച്ച നടത്തുന്നതിൽ അർത്ഥമുണ്ട്. ഇത് ഇന്നലെ ഈ പറഞ്ഞ സ്ഥാനത്ത് തന്നെ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കാൻ അതിനപ്പുറത്ത് പുതുതായി ഒന്നും ഞങ്ങൾക്ക് പറയാനില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? എന്താ ഒരു പുതിയ ഡെവലപ്മെന്റും ഇന്നലത്തെ ശേഷം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പുതുതായി എന്തെങ്കിലും ഒരു ആരോപണങ്ങൾ, അലഗേഷൻസ് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടും. ഇന്നലെ നിങ്ങളുടെ പാർട്ടിയുടെ വക്താവ് കൂടിയായ ശ്രീ മുഹമ്മദ് ഷാ പറഞ്ഞത്, എൻ്റെ വാർത്താ സമ്മേളനത്തിലേക്ക് ചന്ദ്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലേക്ക് അനധികൃതമായി കടന്നു വന്നു ഈ തങ്ങളെന്നാണ്. അദ്ദേഹം അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. അത് വേണ്ടിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇന്ന് പക്ഷേ പുറത്തു വന്നിരിക്കുന്ന ചന്ദ്രിക ദിനപത്രത്തിലെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ ഹൈദരലി തങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മൊയ്ൻ അലി തങ്ങളെയാണ്. ചന്ദ്രികയുടെ കാര്യം പറയുന്ന സദസ്സിലേക്ക് കടന്നു വരാൻ അർഹതപ്പെട്ട അവകാശമുള്ളയാളാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം എൻക്രോച്ച് ചെയ്തുവെന്ന് നിങ്ങളുടെ മുഹമ്മദ് ഷാ പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഞാൻ പറയാം. അതായത് ബഹുമാനപ്പെട്ട തങ്ങൾ 5/3/2021 അഥവാ മാർച്ച് മാസത്തിൽ കൊടുത്ത കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലെന്താ ഉള്ളത്? വളരെ കൃത്യമാണ്. ചന്ദ്രിക സ്ഥാപനം കുറച്ച് സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാ പ്രിന്റഡ് മീഡിയയും അനുഭവിക്കുന്ന പോലെ ചന്ദ്രിക അനുഭവിക്കുന്നുണ്ട്. ചില സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോയത് തന്നെ നമുക്കറിയാം. അവിടുത്തെ തൊഴിലാളികളുടെ ശമ്പളവും അതുപോലെ തന്നെ അവരുടെ PF ഇഷ്യൂയും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെടുത്ത് അവർ വന്ന് സങ്കടം പറഞ്ഞു, ഹർജി കൊടുത്തു. അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. തീർച്ചയായും തങ്ങൾ ഉടനെ തന്നെ മകനായ മൊയ്ൻ തങ്ങളെ എന്ത് ചെയ്തു? ആ വിഷയം ഒന്ന് അവിടുത്തെ ഫിനാൻസ് ഡയറക്ടറായ സെമീറുമായും മറ്റു മാനേജ്മെൻറ്റുമായും കൂടി ആലോചിച്ച് ആ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. 1 മാസത്തിനകം ഇവരുടെ ബാധ്യത തീർക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് ആ കത്തിലുള്ളത്. അത് പ്രകാരം മൊയ്ൻ തങ്ങൾ ഫിനാൻസ് ഡയറക്ടറായ സെമീറുമായും മറ്റു മാനേജ്മെൻറ്റുമായും ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി. അവിടുത്തെ ശമ്പള കിടിശ്ശിക കുറേ തീർത്തു. ഇന്നലെ ഷാ നടത്തിയ പത്രസമ്മേളനത്തിൽ PF തുക അടച്ചതിൻ്റെ എല്ലാ രേഖകളും നിങ്ങളെ വാർത്താ സമ്മേളനത്തിൽ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് ആ തൊഴിലാളികളുടെ വേതന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അതല്ലാതെ ചന്ദ്രയുമായി ബന്ധപ്പെട്ട ലീഗൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി
അഭിഭാഷകൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പോയി ഇരിക്കലല്ല, അനൗചിത്യാണ് ചെയ്തത്. ഞാൻ പിന്നെ ഇന്നലെ പറഞ്ഞത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കണം. അദ്ദേഹത്തെ പോലുള്ള ഒരു ഉന്നത വ്യക്തി, തങ്ങളുടെ മകൻ അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പക്വത കുറവാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം അവമതിപ്പ് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആദ്യം അല്ലല്ലോ ഷാഫി ചാലിയം. അദ്ദേഹം പലതവണയായി ഇത്തരത്തിൽ നേതൃത്വത്തെ കുഴപ്പത്തിലാക്കുന്ന, വിഷമസന്ധിയിലാക്കുന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ അതെ ശരിയാണ് നിഷാദെ. അദ്ദേഹത്തിൻ്റെ അനവസരത്തിലുള്ള അപക്വമായ പല ഇടപെടലുകൾക്കും ഞങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് അവഗണിക്കാറാണ് പതിവ്. കാരണം ഒന്ന്, തങ്ങളുടെ മകനാണ്. എന്താ പറയുക, ആർക്കൊരു വിഷമം ഉണ്ടാക്കണ്ട എന്നുള്ളത് നമ്മുടെ പാർട്ടി അനുയായികളും നേതാക്കളും എല്ലാവരും തന്നെ എന്ത് ചെയ്യാണ്, അതങ്ങനെ അവഗണിക്കാറാണ് പതിവ്. 2 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം വന്നത് തിരുത്താറുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കത്തുമായി ബന്ധപ്പെട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വന്ന് ഇരുന്നതിൻ്റെ ഒരു അനൗചിത്യം, പ്രത്യേകിച്ച് ചന്ദ്രിക ഡയറക്ടർ ബോർഡിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ ചന്ദ്രികയുടെ ഒരു മാനേജ്മെൻറ്റ് യോഗത്തിലോ പറയേണ്ട കാര്യമാണ് അദ്ദേഹം വന്ന് ആ വാർത്താ സമ്മേളനത്തിലൂടെ പറയുന്നത്. പിന്നെ ഒരു പാർട്ടി ആസ്ഥാനത്തിൻ്റെ ഉള്ളിലിരുന്ന് തങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ ലീഡർഷിപ്പിനെ കണ്ട് അദ്ദേഹത്തിന് പറയുള്ളൂ. എത്ര അവസരങ്ങളുണ്ട്, ഒരുപാട് വേദികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. പിന്നെ അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഭാരവാഹി കൂടിയാണ്. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിൽ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തെ സമീപിക്കേണ്ടതിനെക്കുറിച്ച് അദ്ദേഹം അംഗമായ സമിതി, ആ സമിതിയിലെ ആളുകളുമായൊക്കെ ഒരു കൺസെൻസസ് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ അതാണ് നാളെ തൊട്ടുള്ള ദിവസങ്ങളിൽ അതുണ്ടാവും. അതുണ്ടായി കഴിഞ്ഞാൽ അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ചർച്ച ചെയ്യാം. മൊയ്ൻ അലി താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനാണെന്ന് ഒരു പ്രത്യേക പ്രിവിലേജ് അദ്ദേഹത്തിന് പല ഘട്ടത്തിലും കിട്ടിയിട്ടുണ്ട്. നോക്കൂ, അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുക എന്ന് വെച്ചാൽ 40 വർഷമായി PK കുഞ്ഞാലിക്കുട്ടി എന്നയാൾ മാത്രം ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നു. അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് തൻ്റെ പിതാവിനുണ്ടായിട്ടുള്ള രോഗശയ്യയിലേക്ക് പോവേണ്ടി വന്ന സാഹചര്യം, ഇതിങ്ങനെ തന്നെ തുടർന്നാൽ ഇനി തൻ്റെ പരമ്പരയിൽ പിന്നാലെ വരുന്ന ആളുകളും ഇതേ നിലയിലേക്ക് പോകുമെന്ന അദ്ദേഹത്തിൻ്റെ ആധി, അതൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതൊരു ചെറിയ സംഗതിയല്ല. അദ്ദേഹം അത് ഏത് വേദിയിൽ പറയണമായിരുന്നു എന്നുള്ള തർക്കം അവിടെ നിൽക്കെ തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ്. അതും നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? അതൊക്കെ ചർച്ചയിൽ വരുമല്ലോ നിഷാദെ, അതൊക്കെ ചർച്ചയിൽ വരും. ഇന്നലെ അതൊക്കെ വലിയ രീതിയിൽ രാവിലെ തൊട്ട് അർദ്ധരാത്രി വരെ ചർച്ച ചെയ്ത വിഷയമാണ്. അതിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഞങ്ങളൊക്കെ പ്രതികരിച്ചതാണ്. അതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മളെ സമയം കളയുണ്ടല്ലോ. ഈ ഹൈദരലി തങ്ങളുടെ മകൻ, അതായത് തങ്ങൾ കുടുംബത്തിലെ മൊയ്ൻ അലിയെ പോലെയുള്ള ഒരു ആദരണീയനായ നേതാവ് ഒരു കാര്യം പാർട്ടി ആസ്ഥാനത്തിരുന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അപഹസിക്കാൻ, ചീത്ത വിളിക്കാൻ, അവിടേക്ക് കടന്നു വരാൻ സ്വാതന്ത്ര്യമുള്ള അയാൾ ആരാണ്? നിങ്ങളുടെ പാർട്ടി പ്രവർത്തകനാണോ? അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണ്, എനിക്കൊക്കെ അറിയാം. പുറത്താക്കിയോ? അല്ല, പുറത്താക്കുക അതും നേതാക്കൾ ആലോചിക്കേണ്ടതാണ്. ലീഗ് ഹൗസിൽ ഇന്നലെ നടന്ന ടോട്ടൽ സംഭവങ്ങൾ നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. അല്ല, താങ്കളുടെ ഒരു അസസ്മെന്റിൽ അദ്ദേഹത്തെ പുറത്താക്കും തന്നെ വിചാരിക്കണം. ഇതുവരെ പുറത്താക്കിയിട്ടില്ല എന്നുള്ളത് കൗതുകരമായ കാര്യമാണ്. വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിൽ ഒരു AKG സെന്ററിൽ വാർത്താ സമ്മേളനം നടത്തിയ ഒരു CPIM പ്രവർത്തകൻ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും പ്രധാന നേതാവിനെതിരെ ഈ വൃത്തിയോട് വിളിച്ചു പറഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ അയാൾ പുറത്താക്കിയിരിക്കും. നിങ്ങൾ ഇതുവരെ അയാളെ പുറത്താക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ നിലയ്ക്ക് അയാൾക്കും ഉണ്ടോ ഒരു പ്രിവിലേജ് വേറെ ഈ തങ്ങൾക്കുള്ളതുപോലെ? ആ വിഷയം ഒക്കെ ഞങ്ങളെ പാർട്ടി നാളെ ആലോചിക്കുന്നു എന്ന് വെച്ചാൽ ആ ആലോചനയ്ക്ക് പുറത്ത് ഒരു തീരുമാനം പറയാൻ എനിക്കെങ്ങനെ കഴിയും നിഷാദെ? എന്നെന്തിനാ ഈ പ്രതിസന്ധിയിലാക്കണത്? ഇല്ല, അങ്ങനെയില്ല. ഭാരവാഹി മാത്രമാണ്. താങ്കളെ പ്രതിസന്ധിയിലാക്കണമെന്നില്ല. അതൊക്കെ നാളെ ഞാൻ ചോദിക്കുന്നത്, ഇത് അദ്ദേഹം ഒരു സാധാരണ പ്രവർത്തകനാണ്. മൊയ്ൻ അലി തങ്ങളെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും താങ്കളൊക്കെ ഇരിക്കുന്ന പോലത്തെ വലിയ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളല്ല. അതിപ്പോൾ ഈ കമ്മിറ്റി ആലോചിക്കാൻ മനസ്സിലാക്കുന്നവർ അദ്ദേഹം പ്രാഥമിക അംഗത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചൊരു മുകളിലുള്ള ആരിലും ആയിരിക്കും. അതിന് നിങ്ങളുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെ പ്രത്യേക യോഗം വേണോ? ഈ പറയുന്ന ഹൈദരലി തങ്ങളുടെ മകനെ ഈ അസഭ്യം വിളിച്ചു പറഞ്ഞ പാർട്ടി ആസ്ഥാനത്ത് അനധികൃതമായി കടന്നു വന്ന ഒരാളെ പുറത്താക്കാൻ, അതും താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തനം പുറത്താക്കാൻ സ്റ്റേറ്റ് കമ്മിറ്റിയും വർക്കിംഗ് കമ്മിറ്റിയും ഒക്കെ കൂടണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇന്നലെ ആ നടന്ന വിഷയം പാർട്ടി ആസ്ഥാനത്ത് നടത്തുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയുടെ പരമോന്നത നേതാക്കളെയും സംവിധാനങ്ങളെയും അവിടെ വെച്ച് പറയണം അദ്ദേഹം. സ്വാഭാവികമായിട്ടും അത് കേട്ട് നിൽക്കുന്ന പ്രവർത്തകന്മാർക്ക് ഒരു വികാരം ഉണ്ടാവും. അവരതിൻ്റെ വികാരപ്രകടനം നടത്തി. പക്ഷെ TV-യിൽ ഞാൻ ആ കാഴ്ച കണ്ട അവിടെ ഉപയോഗിച്ച പ്രയോഗങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ പ്രയാസം ഉണ്ടാക്കി. ഉപയോഗിക്കാൻ പാടില്ല.
പക്ഷേ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കും വിധം എല്ലാ ലീഗ് പ്രവർത്തകരെയും പ്രകോപിതമാക്കും വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നാണ് ഉണ്ടായത്. തങ്ങളുടെ മകൻ എന്നത് പോലും മറന്നാണ് പലരും പെരുമാറിയത്. എന്താണ് അതിനകത്ത് വെച്ചിട്ടാണ് ഈ പറയുന്നത്? KT ജലീൽ മലപ്പുറത്ത് വെച്ച് പറഞ്ഞ സാധനം അതേമാതിരി ലീഗ് ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് ഇദ്ദേഹം ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ഇത്? ഇതിനകത്ത് അദ്ദേഹത്തിന് വേണേൽ സ്വന്തമായി വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറയാൻ അവസരമുണ്ടല്ലോ. എന്തെല്ലാം അവസരങ്ങൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയോട് പ്രതികരിക്കണം അദ്ദേഹത്തിന് അതുണ്ടല്ലോ. അതല്ലാതെ പാർട്ടി ഓഫീസിലേക്ക് വന്ന ആ രീതി, ഹൈദരലി തങ്ങളുടെ ഒരു മകൻ ആ രീതി സ്വീകരിക്കുമ്പോൾ അതൊരു പ്രയാസം എല്ലാവരിലേക്കും ഉണ്ടാവും. എല്ലാവരും എന്നെ പോലെയോ നിങ്ങളെപ്പോലെയോ പ്രതികരിക്കുന്ന ആവില്ല. ഓരോരുത്തരും അവരെ നിങ്ങളെ ചാനലിൽ വന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ ഒരു തരത്തിൽ ന്യായീകരിക്കുകയാണ് താങ്കൾ. അർദ്ധന്യായീകരണം അല്ല. എന്തിനാണ് മീഡിയ വൺ റാഫിന്റെ അടുത്തേക്ക് ഇന്ന് പോയത്? നിങ്ങൾ എത്ര മോശക്കാരനാണ്? ഓനെ തെരഞ്ഞ് ക്യാമറ പിടിച്ച് നിങ്ങൾ പോയല്ലോ അവിടെ. പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടും ഇപ്പോഴും നെഞ്ചു വിരിച്ച് ഒരു നടപടിയും നേരിടാതെ നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രിവിലേജായ കരുത്തനായ ലീഗുകാരൻ ആരാണ് എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ പോയതാണ്. നിഷാദേ, ആ പോക്കിന്റെ പിന്നിലുള്ള നെയ്യത്തുന്നോ എന്താ അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഏതായാലും പിന്നെ നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് പ്രക്ഷേപണം ചെയ്തത് മാത്രമല്ല, അതിൻ്റെ മുകളിൽ ഒരു അസസ്മെന്റ് നിങ്ങളെ പ്രതിനിധി നടത്തി. അത് കേട്ടോ? എന്താ നടത്തിയത്? ഇദ്ദേഹം ഇങ്ങനെ ഒരു വികാരത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. ഇങ്ങനെ ഭാഷ ഉപയോഗിക്കേണ്ടി വന്നതിൽ ഇദ്ദേഹം ഖേദമുണ്ട്, അതിന്റെ പ്രയാസം അയാൾ പറഞ്ഞു. അതൊക്കെയാണല്ലോ നിങ്ങൾ കാണിക്കുന്നത്. നമ്മൾ തമ്മിൽ കുറെ സമയം ഞാൻ താങ്കളിലേക്ക് ശരി ആ ഖേദം അദ്ദേഹം പറയുന്നതുകൊണ്ട് നമ്മളത് പറയുന്നു എന്നുള്ളേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഒരു അസസ്മെന്റ് അല്ലാതെ. NP ചെക്കുട്ടി, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ലീഗിൽ എന്താണ് നടക്കുന്നത്? സത്യത്തിൽ ഇത് വിശദീകരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വിഷമത്തിലായിട്ടുണ്ടോ ലീഗ്? ചർച്ചയിൽ ഇരിക്കണം, നിശ്ചയമായി വേണം. താങ്കളുടെ അത് മുന്നോട്ട് പോകില്ല. അല്ല, ഇത് KT ജലീൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം വന്നിട്ടുണ്ട്. ജലീൽ പറഞ്ഞ വിഷയങ്ങൾ തന്നെ പിന്നെ മൊയ്ൻ അലി പറഞ്ഞതിലുണ്ട്. പക്ഷെ മൊയ്ൻ അലി പറഞ്ഞതിൽ KT ജലീൽ പറയാത്ത കുറെ കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം, മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, ചന്ദ്രി അടക്കമുള്ള അവരുടെ ആസ്തികൾ, ആ ആസ്തികൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള ചില സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. അത് ദീർഘകാലത്തെ ആസ്തിയുള്ള സ്ഥാപനം, ആ ആസ്തികൾ ചില സ്വകാര്യ വ്യക്തികളുടെ കയ്യിലേക്ക് പോകുന്നു, പകരം കിട്ടുന്നത് വെള്ളക്കെട്ട് നിറഞ്ഞ സ്ഥലങ്ങളിൽ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട ആസ്തികൾ ചില ആളുകൾ അടിച്ചു മാറ്റുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതേ സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഗ് എന്ന് പറയുന്ന ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്റെ സ്ഥാപനമല്ല. അത് ദീർഘകാലം കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ലീഡേഴ്സ് കെട്ടിപ്പടുത്തുള്ളതാണ്. അപ്പൊ ആ കെട്ടിപ്പടുക്കുന്നതിൽ മൊയ്ൻ അലിയുടെ പിതാവിന് പങ്കാളിത്തമുണ്ട്, ഗ്രാൻഡ് ഫാദറിന് പങ്കാളിത്തമുണ്ട്, ദീർഘകാലത്തെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് മൊയ്ൻ അലി അവിടെ അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല, 3 മാസം മുമ്പ് ഹൈദരലി ശിഹാബ് തങ്ങൾ തന്നെയാണ് ഈ വിഷയങ്ങളെ കുറിച്ച് ചില പരിശോധന നടത്താൻ വേണ്ടി മൊയ്ൻ അലി ഏൽപ്പിച്ചിട്ടുള്ളത്. അതൊരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വന്നത്? അങ്ങനെ വേണ്ടി വന്നത് ചന്ദ്രയിലെ ജീവനക്കാരായിട്ടുള്ള ഒരു മുഴുവൻ ജീവനക്കാരുടെ കോർഡിനേഷൻ കമ്മിറ്റി വളരെ വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അവിടെ എന്ത് നടക്കുന്നു എന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഹൈദരലി തങ്ങൾക്ക് നേരിട്ട് കൊണ്ടുകൊടുക്കേണ്ടായത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് വായിച്ചതിന് ശേഷമാണ് മൊയ്ൻ അലിയോട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുന്നത്. രേഖാമൂലം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ആ നിലയിൽ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട, സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പാർട്ടി അധ്യക്ഷൻ നിയോഗിച്ച ഒരാള് ചന്ദ്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും അദ്ദേഹം അവിടെ പറയേണ്ടതല്ലാത്ത വിഷയങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ വ്യക്തിഗതമായിട്ട് ആക്ഷേപിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ചന്ദ്രികയുടെ സംഭവങ്ങളിൽ, ചന്ദ്രികയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചന്ദ്രികയ്ക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ വേദിയിൽ തന്നെ പറയേണ്ടതാണ്. കാരണം ചന്ദ്രികയെ സംബന്ധിച്ച് സമ്മേളനം നടത്തുമ്പോൾ പിന്നെ ദേശാമനെ കുറിച്ചല്ല സംസാരിക്കുക. അപ്പൊ അത് കൊണ്ട് തന്നെ നാളെ ഇപ്പം ലീഗ് നേതാക്കൾ എത്ര തലകുത്തിയിരുന്ന് ആലോചിച്ചു കഴിഞ്ഞാലും ഹൈദരലി തങ്ങൾ അദ്ദേഹത്തിന് അങ്ങനെയൊരു നിർദ്ദേശം കൊടുത്ത സാഹചര്യത്തിൽ മൊയ്ൻ അലിക്കെതിരായിട്ട് നടപടിയെടുക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശത്തിനെതിരായിട്ടുള്ള തീരുമാനത്തിലേക്ക് അവർക്ക് പോകുന്ന തുല്യമായിരിക്കും. അങ്ങനെ ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തങ്ങൾ എന്തായാലും ആശുപത്രിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് അവർ തീരുമാനിക്കേണ്ടത്. മൊയ്ൻ അലിയെ എന്താ പറയാ ഒഴിവാക്കി കഴിഞ്ഞാൽ
ഈ പ്രശ്നം പരിഹരിപ്പിക്കപ്പെടുകയില്ല. കാരണം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ കഴിഞ്ഞ അദ്ദേഹം നിരവധി ചോദിച്ച ചോദ്യം ഉയർത്തിയ മാസങ്ങളായി പ്രശ്നം അവിടെ നിൽക്കും. അദ്ദേഹത്തെ മാത്രമേ മാറ്റി നിർത്താൻ കഴിയുമെന്നാണ്. ശ്രീ മുഹമ്മദ് ഹനീഫ, നോക്കൂ, ഇതിനകത്ത് ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ് മൊയ്ൻ അലി ചെയ്തതെന്നാണ് നേരത്തെ ഷാഫി ചാലിയൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അപ്പുറത്തുള്ള പ്രധാനി ജലീലാണ്. ജലീൽ നമ്മുടെ നിത്യശത്രുവാണ്. അയാളാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്, അയാളിത് മുഴുവൻ ട്രിഗർ ചെയ്യുന്നത്, അയാളാണ് ഇത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നൊരു നരേഷൻ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി ഈസിയായി ലീഗിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. കാരണം ജലീലാണെങ്കിൽ ഇപ്പുറത്ത് ലീഗിൻ്റെ അണികളെ കുറച്ചുകൂടി കൺവിൻസ് ചെയ്യാനും ലീഗ് നേതൃത്വത്തിന് പറ്റും. അപ്പോൾ സാധാരണ നിലയ്ക്ക് അവരെടുക്കുന്ന ഒരു പാറ്റേൺ അതാണ്, ഒരു രീതി അതാണ്. അതിവിടെ ആപ്ലിക്കബിളായ യേശുന്ന ഒന്നാണോ? അതെ, അത് യേശുന്നുണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ലീഗ് അണികൾ നടത്തുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ കെ ടി ജലീൽ അതിന് സ്വാഭാവികമായി അർഹനായ ഒരാളാണ്. കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു നിതാന്ത ശത്രുവായി നിലകൊള്ളുന്ന ഒരാളാണ്. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസ്തിത്വം തന്നെ നിലകൊള്ളുന്നത് ഒരു ലീഗ് വിരുദ്ധ രാഷ്ട്രീയത്തിലാണ്. അദ്ദേഹം അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഏറ്റവും നന്നായി വിനിയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിൻ്റെ CPM-അകത്ത് തന്നെയും അദ്ദേഹത്തിന് നിലകൊള്ളാനുള്ള ഒരു സാധുത സൃഷ്ടിച്ചെടുക്കുന്നത് പോലും അദ്ദേഹം ലീഗ് വിരുദ്ധതയിൽ ലീഗിൻ്റെ നേതാക്കളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അതിൽ അദ്ദേഹത്തിന് നീതീകരിക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ വസ്തുതാപരമായ കാര്യങ്ങൾ എന്ത് എന്നതാണ് ഒന്നാമതായി പരിശോധിക്കേണ്ടത്. അത് വീണ്ടും ആര് പറയുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. മൊയ്ൻ അലി തങ്ങൾ അതാണ് ആവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ പല വിഷയങ്ങളിലും, രാഷ്ട്രീയ വിഷയങ്ങളിലും ഒരാൾ ഉന്നയിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മെറിറ്റിൽ അതിൻ്റെ ഒരു പരിശോധിക്കുക എന്നതിനപ്പുറം ഇത് ആര് പറഞ്ഞു എന്ന് പറയുന്നതിനെ ആ അർത്ഥത്തിൽ പരിശോധിക്കുന്നത് എത്രമാത്രം നീതിപൂർണ്ണമാണ് എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചന്ദ്രികയെക്കുറിച്ചാണ് പറയുന്നത്. ചന്ദ്രികയിൽ നമ്മളൊക്കെ കേട്ട ഒരു കഥയുണ്ട്. CH മുഹമ്മദ് കോയ സാഹിബ് ചന്ദ്രികയുടെ ചീഫ് എഡിറ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ ചന്ദ്രിക കോമ്പൗണ്ടിന് ഓപ്പോസിറ്റ് നമുക്കൊക്കെ കാണാം ഒരു പെന്തക്കോസ്ത് പള്ളിയുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു ബോർഡിൽ എന്താണ് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നൊരു ഒരു വാക്യം, ബൈബിൾ വാക്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നിൽ നിൽക്കുന്ന CH മുഹമ്മദ് കോയ സാഹിബിനോട് അന്നത്തെ മാനേജർ ചെന്നിട്ട് ഇവിടെ പലർക്കും ശമ്പളം കൊടുക്കാൻ ബാക്കിയുണ്ട്, അത് കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല, പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ CH ആ ബോർഡ് ചൂണ്ടിക്കാണിക്കുകയാണ് അത്ര ചെയ്തത്. നമ്മൾ കേട്ട ഒരു കഥയാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല. ഒരു തമാശ എന്ന നിലയിൽ പറയുമ്പോൾ തന്നെയും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന ബോർഡ് CH തമാശ രൂപത്തിൽ ഫലിത രൂപേണ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. വസ്തുത എന്ന് പറഞ്ഞാൽ അവിടെ അന്നും സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ശമ്പളം മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ചന്ദ്രികയിൽ പുതുതായി ശമ്പളം മുടങ്ങുക അല്ലെങ്കിൽ അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുക എന്നുള്ളൊരു പുതിയ കാര്യമല്ല, ആധുനിക കാലത്തുള്ളൊരു കാര്യമല്ല. ആദ്യഘട്ടം മുതൽ അത് ഉണ്ടായിരുന്നു. ചന്ദ്രിക പോലെ ഒരു സ്ഥാപനം സാമ്പത്തികമായി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി രൂപ കൊടുത്ത ഒന്നല്ല. അങ്ങനെ അതൊരു കമ്പനി എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അത് ലാഭം ഉണ്ടാക്കുക എന്നതല്ല അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ലാഭവിഹിതം വിതരണം ചെയ്യുക എന്നതല്ല അതിൻ്റെ ലക്ഷ്യം. അതിന് രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട്, അതിന് മറ്റ് ഈ സാമ്പത്തികം എന്നതിനപ്പുറത്ത് പല രീതിയിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് നിലകൊള്ളുന്നത്. അതിനെ ആ രീതിയിൽ അതിനെ സാങ്കേതികമായി ഒരു സാമ്പത്തിക പ്രശ്നം എന്ന നിലയിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അതിന് കാണുന്നത്. പ്രശ്നം ഉന്നയിക്കുന്ന കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ചയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മൊയ്ൻ അലി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന, അതൊരു മൂവ്മെൻ്റായി കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ അതിൻ്റെ നേതൃത്വ കമ്മിറ്റികൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് അതിനകത്തൊരു ചലനം ഉണ്ടാവുക. അങ്ങനെ വളരെ ഒരു കറേജുള്ള ധൈര്യത്തോടെ അത് ഏറ്റെടുത്ത് വേണം, ഞങ്ങളിത് ഇതിനകത്തൊരു നവീകരണം കൊണ്ടുവരണം, മൊത്തം കാര്യങ്ങൾ ശരിയാക്കണം, സിസ്റ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതിന് പറ്റുന്ന കാലിബറുള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾ അതിനകത്തുണ്ടോ? അല്ല, ചന്ദ്രികയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഇപ്പോൾ നടത്തിയല്ലോ. അത് ഓരോ ഡിവിഷൻ, ഓരോ എഡിഷനും ഓരോരോ ഞാൻ ചോദിക്കുന്നത് ചന്ദ്രയെക്കുറിച്ച് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത് മൊത്തം പാർട്ടിയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ ചന്ദ്രികയിൽ അടക്കം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ മൊയ്ൻ അലി പറയുന്നത് മൊയ്ൻ അലിയുടെ അച്ചടക്ക ലംഘനം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറ്റി നിർത്താം. പക്ഷെ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ അത് ഏറ്റെടുക്കാൻ പാർട്ടിക്കകത്ത് വേറെ ആളുകൾ വേണം, അതിന് നേതൃസ്ഥാനീയർ വേണം. അതുണ്ടാകുമോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ കാലിബറുള്ള ആളുകൾ പാർട്ടിയിലുണ്ടോ എന്നാണ്? അല്ല, പാർട്ടി ഒരു സംവിധാനമാണല്ലോ. അതിൽ ഒന്നോ രണ്ടോ ആളുകളല്ല, അല്ലെങ്കിൽ അതിലെ വ്യക്തികളോ നേതാക്കളോ അല്ല, ഒരു സംവിധാനമാണ്. എല്ലാ പാർട്ടികളും ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ നേരിടാനും പരിഹരിക്കാനുമുള്ള സ്വാഭാവികമായ ശേഷി ഉണ്ടാവണം. ആ ഒരു മെക്കാനിസത്തിൽ അത് ഉണ്ടാവണം. അത് ആ ശേഷി പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിന് തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനമായ കാര്യം. ഇപ്പോൾ ഉണ്ടാകുന്ന ചർച്ചകളൊക്കെ ഒറ്റപ്പെട്ട മൊയ്ൻ അലി തങ്ങൾ ആ യോഗത്തിൽ വന്നത് അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അതിനോട് എടുക്കേണ്ട സമീപനം എന്താണ്, അച്ചടക്ക നടപടിയാണോ
രീതിയാണോ സ്വീകരിക്കേണ്ടത്? തീർത്തും സാങ്കേതികമാണ്. ഇതൊരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. പാർട്ടിക്കകത്ത് പ്രതിസന്ധി ഉണ്ട് എന്ന് ഇന്നലത്തെ ചർച്ചയിൽ തന്നെ അതിൻ്റെ ഔദ്യോഗിക വക്താവ് എന്ന് പറഞ്ഞാൽ ഭാരവാഹിയായ KS ഹംസ ഇവിടെ പറയുകയുണ്ടായി, പാർട്ടിയിൽ പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധിയെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു പ്രശ്നത്തെ പരിഹരിക്കാനാണോ ശ്രമിക്കേണ്ടത്? ആ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ടാണോ പ്രതിസന്ധിയിലേക്ക് പോകേണ്ടത്? ഈ പ്രതിസന്ധിയെ മൊത്തത്തിൽ ഒരു ടോട്ടലായി ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം ലീഗ് അത് ചെയ്യുമോ അതോ ഈ പറയുന്ന തൊലിപ്പുറമെയുള്ള സംഗതി മാത്രം ചെയ്ത് അവസാനിപ്പിക്കുമെന്നാണ്. ശ്രീ അബ്ദുൽ അസീസ്, PK കുഞ്ഞാലിക്കുട്ടിയാണ് ലക്ഷ്യം. അത് KT ജലീലിൻ്റെ ലക്ഷ്യവും അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് വിമർശനം ഉന്നയിക്കുന്ന ചില ആളുകളുടെ ലക്ഷ്യവും അതുതന്നെയാണെന്ന് നമുക്ക് ഈ എപ്പിസോഡ് ആകെ കാണുമ്പോൾ മനസ്സിലാവും. PK കുഞ്ഞാലിക്കുട്ടി ഇമാതിരി എന്തുമാത്രം കളികൾ കണ്ടിട്ടുള്ള ആളാണ്, എന്തുമാത്രം വലിയ ശരശയ്യയിൽ അദ്ദേഹത്തെ കടത്താൻ നോക്കിയിട്ടുണ്ട്, അദ്ദേഹത്തെ എവിടെയൊക്കെ വെച്ച് വീഴ്ത്താൻ നോക്കിയിട്ടുണ്ട്. വീണ് പോയിട്ടുണ്ടോ കുഞ്ഞാലിക്കുട്ടി? അപ്പോൾ ഇതിനകത്ത് കുഞ്ഞാലിക്കുട്ടി അങ്ങ് വീണ് കളയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കടന്ന ചിന്തയല്ലേ? നിഷാദെ, കുഞ്ഞാലിക്കുട്ടി ഏത് കാലത്തും വീണുപോയിട്ടില്ല എന്ന് നിഷാദ് തന്നെ സൂചിപ്പിച്ചല്ലോ. അതിൻ്റെ കാരണമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ശ്രീ റാഫി പുതിയപുരയിൽ പുതിയ കടവ് എന്ന് പറയുന്ന കക്ഷി ഒരാളല്ല. അദ്ദേഹത്തെ പോലെ ധാരാളക്കണക്കിന് ആളുകൾ കേരള വ്യാപകമായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കുഞ്ഞാലിക്കുട്ടി പ്ലാൻ ചെയ്ത് വിന്യസിച്ചതാണ്. വർഷങ്ങളായി പാർട്ടിയുടെ നിയന്ത്രണം കയ്യിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള ഇടങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ഗുണ്ടാ സംഘത്തെ വിന്യസിച്ചിരിക്കുന്നു. കയ്യാങ്കളിക്ക് ആവശ്യമുള്ള ആളുകൾ ഒരു കൂട്ടർ, പണമുണ്ടാക്കാൻ ആവശ്യമുള്ള ആളുകൾ മറ്റൊരു കൂട്ടർ, സാംസ്കാരിക രംഗത്ത് തന്നെ സഹായിക്കാൻ ആവശ്യമുള്ള മറ്റൊരു കൂട്ടർ, ഇങ്ങനെ നിഖില മേഖലകളിലും അദ്ദേഹം തൻ്റെ ഗുണ്ടാ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ആ വിന്യസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ നേരത്തെ ഉംറ കഴിഞ്ഞു വരുന്ന കുഞ്ഞാലിക്കുട്ടിയെ എയർപോർട്ടിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ വലിയ തോതിൽ ഗുരുതരമായി ആക്രമിക്കുകയും ദീപ ഉൾപ്പെടെയുള്ള ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ദീപ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിൽ പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുകയും ചെയ്തത്. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം വേറെയുണ്ട്, പുറത്തു വരാത്ത കാര്യം. അന്ന് ഡോക്ടർ MK മുനീർ മന്ത്രിയായിരുന്ന മുനീർ കുഞ്ഞാലിക്കുട്ടിയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ എയർപോർട്ടിൽ വെച്ച് മുനീറിന് അടി കിട്ടി എന്നത് എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ പുറത്തു വരാത്ത ഒരു രഹസ്യമാണ്. മുനീർ അന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മളെ ശ്രദ്ധിക്കണം. ഞാനൊരു മന്ത്രിയാണ്, എനിക്ക് ചില രഹസ്യ വിവരങ്ങൾ കിട്ടും. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു, ഒന്നുകിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കാറിൽ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ മാത്രം നിങ്ങൾ ഇരിക്കണം, അദ്ദേഹത്തോടൊപ്പം മാത്രം സഞ്ചരിക്കണം. അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ സഞ്ചരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാണ് എന്ന് കേരളത്തിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോലീസിലെ കേസിലെ പ്രതി കൂടിയാണ് ഈ പറയുന്ന കക്ഷി. തീർച്ചയായിട്ടും അന്ന് ഇന്ത്യ വിഷൻ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടറായി അല്ലല്ല ഷാഫി, നമ്മൾ തമ്മിൽ കുറെ സമയം എടുത്തു, നമ്മൾ തമ്മിൽ കുറെ എൻഗേജ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ അപ്പുറത്തേക്ക് പോയത്. അബ്ദുൽ അസീസിന്റെ ഒരു സെക്കൻഡ് അബ്ദുൽ അസീസിന് ഇങ്ങനെ പറയാൻ ഷാഫി താങ്കളുടെ എങ്ങനെയാണ്? ഞാൻ താങ്കളിലേക്കാണ് ഷാഫി. അല്ല ഷാഫി, ഞാൻ പറഞ്ഞ അബ്ദുൽ അസീസിന് അദ്ദേഹത്തിന് പറയാൻ അവസരം കൊടുക്കാം. പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. ഒരു മിനിറ്റ് ഇല്ല ഷാഫി, അതിനകത്ത് നോക്കൂ ഷാഫി, അതിനകത്തുള്ള പ്രശ്നം എന്താണ്? ഉയർന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ചിട്ട് ഏതാണ് നിങ്ങളെ മീഡിയന്റെ ഏത് സ്പേസ് ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും മനസ്സിലാക്കണേ. ഇത് ഇന്നലെയൊന്നുമല്ല. ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന മുനീറിന്റെ ചാനലിന്റെ കാലത്ത് തന്നെ ഇത്തരം നെറികേടുകൾക്കെതിരായി ചർച്ച വന്നിട്ടുണ്ട്. ഷാഫി അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കാലത്തും ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. ഷാഫി ചാലിയം INL-ലുള്ള കാലത്ത്, ഷാഫി ചാലിയം INL-ന്റെ പ്രഭാഷകനായി നടന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മുഖ്യ ശത്രു കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. വ്യക്തിപരമായി പോകണ്ട. ഒരു സെക്കൻഡ് ഇല്ല, നമ്മളത് മോശാക്കല്ലേ. ഇല്ല, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് ശരി, ഞാൻ മനസ്സിലാക്കുന്നു ഷാഫി ചാലിയം. ഞാൻ മനസ്സിലാക്കുന്നു. നോക്കൂ, ഇതിനകത്ത് ഇല്ല താങ്കൾ പറഞ്ഞോളൂ, താങ്കളുടെ വികാരം താങ്കൾ പങ്കുവയ്ക്കും. പക്ഷെ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം, സ്പേസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇന്നലെ ഹൈദരലി തങ്ങളെ ഞാൻ ചോദിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്നത് സമ്മതിച്ചു ഞാൻ. ഓക്കെ, ഒരു സെക്കൻഡ്. PK കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ താങ്കൾക്ക് സഹിക്കുന്നില്ല. നിങ്ങളുടെ ഹൈദരലി തങ്ങളുടെ മകനെ ഇതിനേക്കാളും ഹീനമായ ഭാഷയിൽ ആക്ഷേപിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ എന്താ പറഞ്ഞത്? താങ്കൾക്ക് ഈ വികാരം അപ്പോൾ ഇല്ലല്ലോ.
എനിക്ക് ഇയാൾ മന്ത്രി എം.എൽ.എ. ഇയാൾക്ക് രഹസ്യ വിവരം ഉണ്ട്, അത്ര പോലീസിന് വിവരം. ഇയാൾക്ക് എവിടുന്ന് ഏത് കോപ്പിലെ വിവരം, ആരെയാൾക്ക് വിവരം കൊടുത്തേ? അരമണിക്കൂർ 3/4 മണിക്കൂർ എങ്ങനെ സംസാരിക്കാം? ആര് ഒരു മിനിറ്റ് പോലും എനിക്ക് അവസരം തന്നിട്ടില്ല. കുടുംബത്തിലെ ഒരാളെ ആക്ഷേപിച്ച ആൾക്കെതിരെ ഒരു നടപടിയും ഇല്ലാത്തത് കൊണ്ടാണ് അബ്ദുൽ അസീസിന് പറയാൻ ഈ സ്പേസ് കിട്ടുന്നത്. ഇന്നലെ തന്നെ ഈ പറയുന്ന റാഫി പുതിയ കടവിനെ പുറത്താക്കിയാൽ ഇത് പറയാൻ അബ്ദുൽ അസീസ് ഇവിടെ ഇല്ല. ഈ പോയിന്റ് അബ്ദുൽ അസീസിന്റെ ഇല്ല. ഈ വിഷയത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ അബ്ദുൽ അസീസിന് എന്താ റോള്? ഈ വിഷയത്തിൽ എനിക്ക് റോളുണ്ട്. ഞാൻ ഈ സമുദായത്തിലെ ഒരു അംഗമാണ്. സമുദായം ബഹുമാനിക്കുന്ന പാണക്കാട് പോലെയുള്ള ഇടതുപക്ഷത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. ഇടതുപക്ഷത്തെ കുറിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ ഇതിനകത്ത്. ഇടതുപക്ഷം പടച്ചുവിടുന്നതാണ് ഈ കഥകൾ മുഴുവനെന്ന്. ഞാൻ ചോദിക്കുന്നത് ഈ റാഫി പുതിയ കടവിനെതിരെ ഒരു നടപടിയും ഇല്ലാതെ സംരക്ഷിക്കപ്പെടുന്നു എന്ന ചിന്തയിലാണ് ഈ ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നത്. ഇവര് എല്ലാം ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്, പരിപൂർണ്ണ നഗ്നനായി നിൽക്കുന്ന ഒരാളാണ് കുപ്പായത്തിന്റെ കുടുക്കിടാത്തവരെ കുറ്റം പറയുന്നത്. പരസ്പരം തമ്മിലടിച്ച് കൂട്ടത്തല്ല ഈ പോലീസിനെ പാർട്ടിയിൽ ജനാധിപത്യമുണ്ട്, ചർച്ചയ്ക്ക് അവസരമുണ്ട്, അവസരമുണ്ട് എന്നതിന്റെ തെളിവാണ്. നിങ്ങളുടെ പാർട്ടിയിൽ കഴിഞ്ഞ 40 വർഷമായി അതില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ട് നിങ്ങൾ എന്തിനു സംസാരിക്കണേ? അത് ഞങ്ങൾ തീർത്തോളാം. ഞങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യമുണ്ട്. തിരിച്ചു വരാം ഈ ചർച്ചയിലേക്ക്. അവരുടെ വേള ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാകേണ്ടതുണ്ട്. ശ്രീ അബ്ദുൽ അസീസ്, താങ്കൾക്ക് ഒരേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇരിക്കുന്നത്. അത് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഷാഫി ചാലിയത്തിലേക്ക് പോകണം. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, മൊയ്ൻ അലി തങ്ങളെ ഇന്നലെ അതിഭീകരമായി ചീത്ത പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും അപകടത്തിലാണ് എന്ന് വിശ്വസിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ പോലീസും. കാരണം എന്തെന്നാൽ നേരത്തെ ഈ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് വിധേയരായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ഗുഡ് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയിട്ടുള്ള ആളുകളെല്ലാം പല തോതിൽ ആക്രമിക്കപ്പെട്ട സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ മുനീറിനെതിരായിട്ടുള്ള ആക്രമം, ദീപക്കെതിരായ ആക്രമം, മറ്റു പൊതുപ്രവർത്തകന്മാർക്കെതിരായ ആക്രമം. അതുപോലെ തന്നെ അഹമ്മദ് കുട്ടി സാഹിബ്, വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേരത്തെ ഒരു മന്ത്രിയായിരുന്നയാളാണ്. അദ്ദേഹം ഒരു കാർ അപകടത്തിൽ പരിക്കുപറ്റി ആശുപത്രിയിലാവുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ഈ തോതിൽ എതിരാളികളെ ഏത് വിധേനയും ഇല്ലാതാക്കാനുള്ള ശ്രമം അതിന് ഗുണ്ടാ സംഘത്തെ ഉപയോഗിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. ശ്രീ ഷാഫി ചാലിയം, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇപ്പോൾ കഴിയുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്നലത്തെ സംഭവത്തിൽ പ്രതിയായ കക്ഷി ഇപ്പോഴും ലീഗിനകത്ത് സംരക്ഷിക്കപ്പെടുന്നു എന്നതുകൊണ്ട് ഇവയെല്ലാം ലീഗിലെ പ്രധാനികളുടെ താല്പര്യത്താൽ നടക്കപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്നലത്തെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട സീൻ പോലും ലീഗിലെ ഏതോ അധികാര കേന്ദ്രത്താൽ സ്പോൺസർ ചെയ്യപ്പെട്ടതാണ് എന്ന് ആക്ഷേപിക്കാൻ കഴിയും. കാരണം സ്റ്റിൽ ഈ മനുഷ്യൻ പാർട്ടിക്കകത്ത് നിൽക്കുകയാണ്. നിഷാദ്, ഞാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് ഒരു വിഷയത്തെ ആസ്പദമാക്കി ഒരു ഡിബേറ്റിന് ഇരിക്കുമ്പോൾ അവിടെ ഒരു നീതി കാണിക്കണം. നിങ്ങൾ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന 3 കക്ഷികളെ കൊണ്ട് ഒരു സ്ഥലത്ത് ഇരുത്തുക. 3 എണ്ണം, 1, 2 അല്ല. പുറമെ അവരോടൊപ്പം നിഷാദും ചേരുകയാണ്. ചേർന്നിട്ട് ഇവിടെ എന്തൊക്കെ പറയുന്നത്? എം കെ മുനീറിന്റെ ജീവൻ അപകടത്തിലാക്കാൻ നോക്കി. അതേമാതിരി രഹസ്യ വിവരണം എനിക്ക് കിട്ടി. ഇപ്പൊ തടസ്സപ്പെടുത്തണേ. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പോകും. പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇങ്ങനെ അസീസിന്റെ പുലഭ്യം കേൾക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇരിക്കണേ. തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പോകും. അതല്ല, മാന്യമായി സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തുടരും ഈ ചർച്ചയിൽ. കാരണം ഈ ചർച്ച കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങണം. ഈ പുലഭ്യം കേൾക്കാനാണോ നീ ആ ചാനലിൽ പോയത് എന്ന് എൻ്റെ പാർട്ടി നേതാക്കന്മാരും അനുയായികളും എന്നെ വിളിച്ച് ചോദിക്കും. പൊതുവെ ഈ വിഷയത്തിലൊരു ഡെവലപ്മെന്റ് വരാതെ ചർച്ചയ്ക്ക് പോകണ്ട എന്ന തീരുമാനത്തിലായിരുന്നു. പക്ഷെ ഒരു സ്നേഹമസരണമായ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾ മീഡിയ നിന്ന് വന്നതുകൊണ്ടാണ് വന്നത്. എന്നിട്ട് ഈ സമയത്തിൽ ഞങ്ങൾ എതിർക്കാൻ വേണ്ടി 3 ആളുകളെ നിങ്ങൾ കൊണ്ടുപോയി ഇരുത്തിയത്. എന്നിട്ട് ഈ വിഷയത്തിലാണോ സംസാരിക്കണേ? അല്ല,
എന്നിട്ട് ഈ പിന്നെ എന്താ പറയും MK മുനീറിനെ അപായപ്പെടുത്താൻ പറ്റി, അവരെ അപായപ്പെടുത്തി ഞങ്ങളെ നേതാക്കന്മാരെ പരസ്പരം ഇട്ട. അപ്പൊ ഇതൊക്കെ പറയുന്ന വിദ്വാനാരാ? ഈ പറയാൻ ഒരു ക്രെഡിബിലിറ്റി ആയിരുന്ന ഒരു സാധനം വേണ്ടേ? ആട് ബിരിയാണി നല്ല സാധനം, കോളമ്പി ആരെങ്കിലും ഭക്ഷിക്കുമോ? ഈ എറണാകുളത്ത് കയറി തല്ലുണ്ടാക്കി ആകെ കുഴപ്പങ്ങളുണ്ടാക്കി ഒരു ബസ് നിറയെ ഗുണ്ടകളെ കൂട്ടി കൊണ്ടുവന്നു ഈ അസീസിന്റെ നേതൃത്വത്തിൽ എന്ന് ഈ INL ഇടതുപക്ഷത്തുള്ള മറ്റൊരു കക്ഷണം വിളിച്ചു പറഞ്ഞത്. ആ ഒരു ബസ് നിറയെ ഗുണ്ടയെ കൊണ്ടുവന്ന് എറണാകുളം നഗരിയില് പ്രോട്ടോകോൾ ലംഘിച്ച് തോന്നിയോസം നടത്തിയ ആ വ്യക്തിയെ കൊണ്ട് ഇരുത്തിട്ട് ഒരു മിനിറ്റ്, ഇതിപ്പോ എന്റെ അവസരമാണോ? താങ്കൾ പറയും. എനിക്കിപ്പോ ഈ ചർച്ചയില് നിങ്ങൾ പറയുന്ന സമയം വരെ ഇരുന്നോളാന്നൊന്നും ഞാൻ വാക്ക് തന്നിട്ടില്ല. മാന്യമായ രീതിയിൽ ഇന്റർഫിയൻസ് ഇല്ലാതെ ഞാൻ അയാളെ സംസാരം തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ എന്താ ഇടപെട്ടോ? അയാൾ കയറി വാപ്പാന്റെ തലേക്കാ പോണത്. എവിടേക്ക് അയാൾ എത്തണം? ഇപ്പൊ കുട്ടിയാക്കന്റെ ആക്സിഡന്റ് ഇതൊക്കെ കേട്ടിരിക്കുന്നോ നിഷാദ് എന്താ ഈ നാട്ടിലെ പിന്നെ ഒരു പത്രപ്രവർത്തകനല്ലേ? കുട്ടി സാഹിബിന്റെ ആക്സിഡന്റ്. ആ ആക്സിഡന്റ് എങ്ങനെ ഉണ്ടായത്? ആ മനുഷ്യനെ എത്ര കാലം ഞാൻ പറഞ്ഞല്ലോ, മുണ്ടരുതെന്ന് അറിഞ്ഞില്ലേ? ഞങ്ങളെ പാർട്ടിയുടെ ഏറ്റവും വലിയ ബൗദ്ധിക ദൈക്ഷണിക മുഖമാണ് കുട്ടി ഹമ്മൂട്ടി സാഹിബ് തന്നെ, വെരി സീനിയർ ലീഡർ. ഞങ്ങളെ പാർട്ടിയുടെ നയം തീരുമാനിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിക്ക് തത്തുല്യമായ അധികാര സ്ഥാനത്ത് ഉള്ള ആളാണ് അദ്ദേഹം. ഞാൻ ഒരു ഭാരവാഹി നൽകി ഞാൻ പറയുന്നു, ഞങ്ങളെ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലൊക്കെ കുട്ടിയമ്മയ്ക്കെന്നാണ് ഏറ്റവും റെസ്പെക്റ്റീവായ ഒരു പേഴ്സണാണ്. ആ മനുഷ്യരെ എന്താണ് പടച്ചവന്റെ സഹായത്താൽ ഞാൻ ലീഗ് പ്രവർത്തകരുടെ പ്രാർത്ഥനകളാൽ, അനാഥകളുടെ പ്രാർത്ഥനകളാണ് അദ്ദേഹം എന്താണത്. ഞങ്ങളെ പാർട്ടിയിൽ ആർക്കും ആക്സിഡന്റ് പറ്റാൻ പാടില്ല. പറ്റിയ അതിനൊക്കെ പിന്നിൽ കുഞ്ഞാലിക്കുട്ടി. ഇതെന്താ അത്? എല്ലാ അഴുക്കുകളും എന്ത് ഭാരമുണ്ടെങ്കിൽ എല്ലാം അവസാനം അറബിക്കടലിലേക്ക് എന്ന് പറയുന്നത് പോലെ എല്ലാം ഒരു അവസരം കിട്ടിയാൽ PK കുഞ്ഞാലിക്കുട്ടിയിലേക്ക് വന്ന് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോലെ. ഈ ഇത്തരത്തിലുള്ള അനാവശ്യമായ അതിര് കടന്ന ഈ വിമർശനമാണ് PK കുഞ്ഞാലിക്കുട്ടിയെ ഏറ്റവും വലിയ പ്രഗത്ഭനാക്കിയത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ ഞാൻ ഒരു കൃത്യമായി ഇതിപ്പം മറുപടിയാണ്. ഇനി എനിക്ക് ഈ നിഷാദിനോട് ഈ ചർച്ചയിൽ പറയാനുള്ളത് 2 കാര്യങ്ങളായിരിക്കും പറയാനുള്ളത്. ഒന്ന്, എന്താണ് കേരളത്തിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? കേരള സർക്കാരുമായി ഇപ്പം മുസ്ലിം ലീഗിന് നേരെ ഈ വലിയ ഒരു പടവാൾ വരാൻ ഇടയാക്കിയ കാരണങ്ങളിൽ ഒന്ന് എന്താണ്? കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യത്തെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കി, അവസാനം അത് പൂർണ്ണമായും ഇല്ലാതാക്കി. ഈ അവസരത്തിൽ കേരളത്തിലെ ലിറ്ററസിയുള്ള എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം സംഘടനകളും ഈ ചതി മനസ്സിലാക്കി മുസ്ലിം ലീഗിനെ സമീപിക്കുകയും മുസ്ലിം ലീഗ് മുന്നിൽ നിന്നുകൊണ്ട് ശക്തമായി ഈ സർക്കാർ സമുദായത്തോട് ചെയ്ത വഞ്ചനക്കെതിരെ സമരപരിപാടികൾ ആരംഭിക്കാനും തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി എല്ലാ മുസ്ലിം സംഘടനകളും ലീഗിന്റെ പിന്നിൽ അണിചേർന്നു എന്ന് അറിഞ്ഞതോടു കൂടിയാണ് ഈ മലപ്പുറത്ത് ഈ ബോംബുമായി വരുന്നത്. ഇതിന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് തിരിയാത്തതല്ല. മറ്റൊന്ന്, ED ചോദ്യം ചെയ്തതോടു കൂടിയാണ് വന്യനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ രോഗം മൂർച്ഛിച്ചു എന്ന ആരോപണം ഞങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കുകയാണ്. കാരണം ഇത് ED ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുകയാണ്. അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് തങ്ങൾ ചോദ്യം ചെയ്തതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ വലിയൊരു ആത്മീയ ശ്രേഷ്ഠനായ നേതാവിന്റെ രോഗമൂർച്ഛനക്ക് കാരണമെന്ന് വന്നാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇത് EDക്കെതിരെ കൂടി EDനെ പ്രൊവോക്കേറ്റ് ചെയ്യിക്കുന്ന ഒരു ആക്ഷേപമാണിത്. കാരണം എന്താണ് തങ്ങളടുത്ത് വന്ന് ചോദിച്ചതെന്ന് നമുക്കറിയാം. ആ സിംഗിൾ പോയിന്റ് മാത്രമാണ് ഇതിൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം എല്ലാവർക്കും പാണക്കാട് കുടുംബത്തിനോടൊരു സെന്റിമെന്റ്സ് ഉണ്ട്, ഈവൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. കാരണം അത്രയും സൗമ്യമായ ഒരു മുല്ലപ്പൂവിന്റെ പരിമളമുള്ള ഒരു കുടുംബമാണിത്. തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ തങ്ങളെ രോഗമൂർച്ഛിക്കാൻ കാരണമാക്കി എന്ന് പറയുമ്പോൾ അത് നമ്മൾ പരിശോധിക്കണം. തങ്ങളെടുത്ത് ED വരുന്നു, വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? 2020 സംഭവിക്കുന്നത്. 2020 10-ാം മാസത്തിൽ വന്ന് ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ് നടക്കുന്നത്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇതിന്റെ ചുമതലകളൊക്കെ ഫിനാൻസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ടോ? അങ്ങനെ ഒരു രേഖ കണ്ടു. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അത് തീർന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഹാജരാൻ പറഞ്ഞ നോട്ടീസ്, ആ നോട്ടീസാണ് പ്രയാസം ഉണ്ടാക്കിയത്. എന്താ നോട്ടീസുള്ളത്? ആ നോട്ടീസ് എൻ്റെ കയ്യിലുണ്ട്. ആ നോട്ടീസിൽ പറയുന്നത് വളരെ ഒറ്റ കാര്യമാണ്. അനക്സറിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ് താങ്കൾ ഓതറൈസ് ചെയ്ത വ്യക്തിയോ ഒന്ന് ED ഓഫീസിൽ എത്തിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിലെങ്ങനെ ഒരാൾക്ക് രോഗം മൂർച്ഛിക്കുക? ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് മുസ്ലിം ലീഗ് കൈവെക്കുന്നു എന്നതുകൊണ്ട് മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താൻ, മുസ്ലിം ലീഗിനെ മ്യൂട്ട് ചെയ്യാൻ നടത്തുന്ന ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നാണ് ശ്രീ ഷാഫി ചാലി വിശദീകരിക്കുന്നത്. സമയം വേഗം പോകുന്നുണ്ടാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു മിനിറ്റ് വേഗം. അതായത് ഇപ്പൊ CBI വരുന്നു എന്ന് കേട്ടാൽ ജയരാജന് വയറ്റുന്നു പോകും, അല്ലെങ്കിൽ ബോധം കിട്ടുപോകും.
ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ വരുമ്പം ആ ഒരു മനുഷ്യന് ഡിപ്രസ് വരുന്ന രോഗം, ബഹുമാനപ്പെട്ട വന്ധ്യനായ തങ്ങൾക്ക് ആ രോഗമല്ല ഉള്ളത്. അപ്പോൾ അത് വളരെ വേദനയാണ് ഞങ്ങൾക്കൊക്കെ. കാരണം ഹൈദരലി തങ്ങളെ ഒരു സെന്റിമെന്റ്സ് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു പരമാധികാരിയായ നേതാവിനെ ചൂണ്ടിക്കാട്ടി ലീഗിനെ തകർക്കാൻ ഇറങ്ങുക, അനാവശ്യമായി പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിലേക്ക് വിളിച്ചുകൂടെ. ഇതിൽ ഒരു സ്ഥലത്തും പി കെ കുഞ്ഞാലിക്കുട്ടിയെ ചെക്കുട്ടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളെ, വിഷയങ്ങളെ ശരിയാവണ്ണം അതിന്റെ ശരികൾ, അത് പാർട്ടിക്ക് ഭാവിയിൽ ഉണ്ടാക്കാനുള്ള അപകടങ്ങൾ, അതിനകത്ത് നമ്മൾ തിരുത്തേണ്ട ഭാഗങ്ങൾ എന്നീ നിലയ്ക്ക് ശരിയാവണ്ണം ലീഗ് മനസ്സിലാക്കുന്നുണ്ടോ അതോ മനസ്സിലാക്കുന്നേയില്ല എന്നുള്ളതാണോ അതിന്റെ എപ്പോഴത്തെയും പ്രശ്നം? അല്ല, എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി നാളേക്ക് മാറ്റിവെച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ചാടിക്കേറി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഗുണം ചെയ്യില്ല, അത് വലിയ ദോഷമായി തീരും എന്നുള്ളത് അവരുടെ ബോധ്യത്തിന്റെ തലത്തിലാണ് എനിക്ക് തോന്നുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ പരസ്യമായിട്ട് നിലപാടിലേക്ക് വന്നിട്ടില്ല. ആകെ വന്നിരിക്കുന്നത് പിന്നെ PMA സലാം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിന്റെ വൈഡർ റാമിഫിക്കേഷൻസ് അതിൽ പല വിഷയങ്ങളുണ്ട്. ഒന്നാമത് ഹൈദരലി തങ്ങൾ തന്നെ നിയോഗിച്ച ചില ചുമതലകളാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പൊതുപ്രാധാന്യമുള്ളതാണ്. അതേസമയം തങ്ങൾ ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത് വൈകാരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയിലെ അക്കൗണ്ടബിലിറ്റി, അത് ഇഗ്നോർ ചെയ്യാൻ കഴിയുമെന്ന് തോന്നില്ല. കാരണം ലീഗിന് ഭരണഘടനാപരമായി ഒരു പൂർണ്ണമായി ഇഗ്നോർ ചെയ്യാൻ കഴിയാത്ത പ്രശ്നത്തിലുള്ള ഗൗരവം ഈ പ്രശ്നത്തിലുണ്ട്. NP ചെക്കുട്ടിയുടെ സമയം കുറെ എക്സിഡ് ആയി പോയിട്ടുണ്ട്. താങ്കൾക്ക് മതിയായ സമയം കിട്ടാത്തതിൽ ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. ഒപ്പം തന്നെ മുഹമ്മദ് ഹനീഫ, എനിക്ക് ഒരു തവണ വരാൻ നിവൃത്തിയില്ലാതെ പോയി. ദയവായി താങ്കൾ ക്ഷമിക്കുമല്ലോ. നന്ദി. ബാക്കി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു ഇടവേള കൂടി.